താരപ്പകിട്ട പവേർഡ് ബൈ ഗൾഫ് ഗേറ്റ്. ഇതിഹാസ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം അനുശ്രീയാണ് ഇന്ന്. ഹായ് അനുശ്രീ. ഹലോ. എങ്ങനെയുണ്ട് റിവ്യൂസ്? നല്ല റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് തന്നെയായിരിക്കും. കാരണം ഇതുവരെയുള്ള ഒരു നാടൻ ഗെറ്റപ്പിന് കുറച്ചൊന്ന് മാറി ചിന്തിച്ചിട്ടുണ്ട്. സോ ഞാനായിരുന്നു കൂടുതൽ എക്സൈറ്റഡ് എങ്ങനെയാണ് എന്നെ സ്ക്രീനിൽ കാണാനെന്നൊക്കെ ഉള്ളതിൽ. പക്ഷെ സന്തോഷം, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു, നല്ല റിവ്യൂസ് കിട്ടുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അനുശ്രീ ഭയങ്കര ഭാഗ്യം ചെയ്ത ആളാണ്. കാര്യം അധികം ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എപ്പോഴും സംസാരിച്ചപ്പോൾ പറഞ്ഞു. ആദ്യത്തെ സിനിമയിൽ തന്നെ കലാമണ്ഡലമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അതോടുകൂടി എന്താ ഡാൻസ് പഠിച്ചിട്ടില്ലെന്നുള്ള പേര് മാറി കിട്ടി. കാരണം ഇപ്പോഴും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർ എൻ്റെ അടുത്ത് കാര്യം പറയുമ്പോഴത്തേക്ക് ഡാൻസ് പഠിച്ചിട്ടുണ്ടല്ലേ, ഞാനില്ല എന്ന് പറയുമ്പം അപ്പോൾ കലാമണ്ഡലം ക്യാരക്ടറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണോ? പലരും വിചാരിച്ചിട്ടുണ്ട് കലാമണ്ഡലം അനുശ്രീ എന്നാണ് എൻ്റെ പേര്, അപ്പം രാജശ്രീ എന്നുള്ള ക്യാരക്ടറിന്റെ മുമ്പിൽ കൂടി ലാൽജു സാർ കലാമണ്ഡലം ആഡ് ചെയ്തതാന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. പക്ഷേ എന്തായാലും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡാൻസുകാരിയാണെന്ന് വിചാരിച്ച് ആരെങ്കിലും ഡാൻസ് കളിക്കാൻ വിളിച്ചാലാണ് പ്രശ്നമാവുന്നത്. പക്ഷേ ആദ്യ സിനിമയിൽ തന്നെ ഫഹദിൻ്റെ വൈഫായിട്ടാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ടെൻഷൻ ആയിരുന്നില്ല. ടെൻഷൻ അല്ലാന്നും പറയാൻ പറ്റില്ല. കാരണം ഭയങ്കര സാറ് തന്നെ, ലാൽജു സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവസാന നിമിഷം നീ അഭിനയിച്ച് തുടങ്ങിയിട്ട് മറ്റുള്ളവരടുത്ത് നീ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. കാരണം സിനിമയാണ്, അവസാന നിമിഷം വരെ എന്തും സംഭവിക്കാം. അവസാന നിമിഷത്തിൽ ചിലപ്പം ക്യാരക്ടർ ആൾക്കാർ മാറ്റിക്കളയും. സോ അതുവരെ നീ അഭിനയിക്കുന്നു എന്നൊന്നും ആരോടൊന്നും പറയണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം സിനിമയിൽ സംഭവിക്കുന്നതിനെ പറ്റി ആർക്കും ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പം അവസാന നിമിഷം വരെയും പേടിയായിരുന്നു, ഇനി ഞാൻ തന്നെയാണോ എന്നുള്ളത്. ദുബായിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും പേടിയായിരുന്നു. കാരണം ലാൽജു സാറിന് മാത്രമേ എന്നെ അറിയത്തുള്ളൂ, വേറെ ഒറ്റ മനുഷ്യർ എന്നെ കണ്ടിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്ററിന് അറിഞ്ഞൂടാ, ഫഹദിന് അറിഞ്ഞൂടാ, പ്രൊഡ്യൂസറിന് അറിഞ്ഞൂടാ, ആർക്കും അറിയത്തില്ലായിരുന്നു. സോ സാർ തന്നെ പറയും, നിന്നെ അവിടെ എൻ്റെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ആ ക്യാരക്ടർ നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അവിടെ ചെന്നിട്ട് ഇപ്പം സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടാവാം, ഇക്ബാൽ കുറ്റിപ്പുറം സാർ ഉണ്ടാവാം. അപ്പോൾ അവർ നീ ചെയ്യുന്നത് കാണുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഞാനാകെ വെട്ടിലാവും. സോ നീ അതുകൊണ്ട് നല്ലോണം ചെയ്യണം, അങ്ങനെ ഒരു പേടി എനിക്ക് തോന്നുന്നു ലാൽ സാറിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഞാൻ അഭിനയിക്കാൻ പോകണമെന്നൊരു കോൺഫിഡൻസ് എനിക്കില്ല. പക്ഷേ ഫസ്റ്റ് സീൻ കഴിഞ്ഞു, എല്ലാവരും വന്ന് ഷെയ്ക്കാൻഡ് തന്നു. കാരണം എസ്കലേറ്റർ ഇറങ്ങി വരുന്നൊരു സീനുണ്ട്, ഞാൻ ആ സിനിമയിൽ ദുബായിൽ എത്തുന്ന സീനുണ്ട്, അതാണ് എൻ്റെ സിനിമയിലെ ഫസ്റ്റ് സീൻ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാവരും വന്ന് ഷെയ്ക്കാൻഡ് തന്നു. അപ്പോഴാണ് ഓക്കെ ഞാൻ ഡയമണ്ട് നെക്ലേസിൽ അഭിനയിക്കുന്നു എന്ന് തീരുമാനിച്ചത്. ഇതിപ്പോഴാണ് സംഭവിച്ചത്? ഇത് ഷൂട്ടിലൊന്നും സംഭവിച്ചതല്ല, അല്ലാതെ എൻ്റെ വീട്ടിൽ വെച്ച് കൈയൊന്നും ഫ്രാക്ചർ ആയതാണ്. എല്ലാവർക്കും സംശയം ഇതിഹാസയിലെ ഇതിഹാസമായി ഞാനും വിചാരിച്ചു അമാനുഷികമായ ക്യാരക്ടർ എയറിൽ നിന്ന് ഇടിച്ചിട്ട് നായകനെ അങ്ങനെ എങ്ങാനും പറ്റിയത്. നമ്മുടെ ടീമിലുള്ള ആൾക്കാർ പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞാൽ മതി, ഫൈറ്റിന്റെ ഇടയിൽ അപകടം പറ്റി, എന്നിട്ടും അത് വെച്ചുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് അവസാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ആദ്യമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് എനിക്കൊരു പോറൽ പോലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും കള്ളം പറയൂല. ഇതെങ്ങനെ വീട്ടിൽ തന്നെ വീണതാണ്. ഫ്രാക്ചർ ഉണ്ടോ? ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്, അപ്പം ബാൻഡ് ഇട്ടിരിക്കുന്നു. ഇതിഹാസയുടെ ലൊക്കേഷനൊക്കെ എവിടെയൊക്കെ ആയിരുന്നു? അത് എനിക്ക് കൂടുതൽ എറണാകുളത്ത് തന്നെയായിരുന്നു. പിന്നെ ഒരു സോങ് മാത്രം നമ്മൾ ചെയ്തത് പാലക്കാടാണ്, ബാക്കി ഫുള്ള് എറണാകുളത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതിഹാസയിൽ കുറച്ച് ഇതുവരെ ചെയ്തതെന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് അനു ചെയ്തിട്ടുള്ളതല്ലേ? അപ്പം അതിനൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു അതോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ അല്ല, എനിക്ക് തന്നെ ഓക്കെ എൻ്റെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിൽ നിന്നൊരു ചേഞ്ച് എനിക്ക് തന്നെ വേണം തോന്നി. കാരണം ഇത്ര 5-6 മൂവീസ് ചെയ്തെങ്കിൽ പോലും എന്നെ കാണുമ്പോൾ ഇപ്പോഴും ആൾക്കാർക്ക് ഡയമണ്ട് നെക്ലേസിലെ കുട്ടി അത് നല്ലൊരു ഭാഗ്യമാണ്. കാരണം ആദ്യത്തെ അഭിനയിച്ച സിനിമയുടെ പേരിൽ ഇത്ര നാൾ കഴിഞ്ഞും അറിയപ്പെടാം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞുള്ള സിനിമ ചിലപ്പം ആൾക്കാർ ഓർക്കൊന്നും പോലും ഉണ്ടാവില്ല. ചിലപ്പോൾ എന്നെ കാണുമ്പോൾ ഇത് ഞാനാണ്, എനിക്ക് ആ കുട്ടിയാണെന്ന് പോലും മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം. അപ്പോൾ എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറിൽ നിന്ന് ഒന്ന് പുറത്തിറങ്ങണം. കാരണം ഒന്ന് അങ്ങനെ ചെയ്താൽ അതെ, അപ്പോൾ അതിനകത്തുനിന്ന് ഒരു സിനിമയിൽ കൂടെ ഒന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ വേറെ ആൾക്കാർ അത് കണ്ടിട്ട് ഓക്കെ ഈ കുട്ടിക്ക് അപ്പോൾ എങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് ഒരിക്കലും പോയിട്ട് എനിക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കഴിയില്ല.
അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വെടിവഴിപാടെന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കുറേ പ്രശ്നങ്ങളോ അലിഗേഷൻസോ ഒക്കെ വന്നിട്ട് അങ്ങനെ രജിസ്റ്റേർഡ് ആയിട്ടില്ല. ഈവൻ എനിക്ക് പോലും പെട്ടെന്ന് പറയുമ്പോൾ അത്രയും രജിസ്റ്റേർഡ് അല്ല. നേരെ മറിച്ച് പുള്ളിപ്പുലിയും മാട്ടിൻകുട്ടികളും ഈവൻ അതിലും നമുക്കറിയാം. അതെ അതെ തീർച്ചയായിട്ടും. അപ്പം പിന്നെ വെടിവഴിപാടാണെങ്കിൽ പോലും അതിലും പല ആൾക്കാർക്കും ഞാനാണ് ആ ക്യാരക്ടർ ചെയ്തതെന്ന്. ഇപ്പോൾ ഡയമണ്ട് നെക്ലേസിലെ കുട്ടിയാണ് ഓക്കെ, എന്താണ് നമ്മളെ ഉപദ്രവിക്കാൻ വന്ന ഒരാളെ അതിനകത്തൊരു ജസ്റ്റ് ഒരു ഇടി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം അത് ഞാനാണെന്ന് മനസ്സിലാക്കാത്ത പല ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനത്തെ അപ്പം അതിനകത്തൊന്നും ആൾക്കാർക്ക് അങ്ങോട്ട് ഓക്കെ ഈ കുട്ടിക്ക് വേറൊരു ടൈപ്പും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഒരു മാറ്റം എനിക്ക് വേണമായിരുന്നു. അപ്പോഴാണ് ബിൻചേട്ടൻ വന്ന് കഥ പറയുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം സിനിമയുടെ പകുതി മുതൽ ഒരു ആണിൻ്റെ മാനറിസംസ് ആണ് കാണിക്കേണ്ടത്, സോ ഫൈറ്റ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഇതപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചിലപ്പോൾ ഇന്നായിരിക്കാം ഒരു മാറ്റം ഉണ്ടാവുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ തോന്നിയത് ഇതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ട് എന്ന് തോന്നി. കാരണം നമ്മളെപ്പോഴും സിനിമ കാണുമ്പോൾ നമ്മൾ നായികമാരെ കാണുമ്പോൾ വെറും ഒരു പ്രോപ്പർട്ടിയായിട്ട് ചിലപ്പോൾ കാണുന്ന സിനിമകൾ ഇപ്പം ഒത്തിരി ഉണ്ട്. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു റൊമാൻസിൽ മാത്രം ഒരു പാട്ട് സീനിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു പ്രവണതയാണ് പറയാൻ പറ്റില്ല. ഈവൻ അത്രേ ഉള്ളൂ സിനിമ. അതെ, അങ്ങനത്തെ ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഓക്കെ ഇതിലെനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. കാരണം കുറേ ചെയ്യാനുണ്ട്, കുറേ സീൻസ് ഉണ്ട് നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ സ്ക്രീൻ സ്പേസ് നമുക്ക് കുറച്ചുണ്ട് എന്ന് തോന്നി. കാരണം സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാണെങ്കിൽ എനിക്ക് കുറച്ച് സ്ക്രീൻ സ്പേസേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ഡയമണ്ട് നെക്ലേസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിലാണെങ്കിൽ പോലും ഓക്കെ വൈഫ് എന്നൊരു ക്യാരക്ടർ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി നായികമാരുടെ അത്രയും പോലും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫൈറ്റ് എന്ന് പറഞ്ഞപ്പം പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കടുത്തുപോയി, വിചാരിച്ചതിനേക്കാട്ടിലും കുറച്ച് കടുത്തുപോയി. അപ്പോൾ അന്ന് സിനിമേൻ്റെ കഥ പറഞ്ഞ സമയത്താണെങ്കിലും ഫൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും ഓക്കെ ഫൈറ്റ് ഉണ്ടാവും, അപ്പം നായകനുണ്ടല്ലോ, നായകനാണ് ഫൈറ്റ് ചെയ്യുക, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മൂവ്മെൻ്റ് ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് പക്ഷേ ഫൈറ്റ് ദിവസം അതെല്ലാ പ്രതീക്ഷകളൊക്കെ തെറ്റി ഫുൾ ഫൈറ്റ് ഞാനാണ് ചെയ്തത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അതും ഒരു പോസിറ്റീവായിട്ട് കാണുകയാണ്. കാരണം പണ്ട് വാണി വിശ്വനാഥ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിലെ നായികമാരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നായികയും വന്ന് ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ ക്യാരക്ടർ കിട്ടിയാൽ അതിലൂടെ പ്രൂവ് ചെയ്യാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സിനിമ. അതെ, അപ്പോൾ ആ ഒരു ഭാഗ്യം കിട്ടി. കാരണം എന്നായാലും ഓക്കെ മലയാളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഫൈറ്റ് ചെയ്ത കുട്ടി എന്നുള്ള ഫസ്റ്റ് പേര് കിട്ടിയില്ല. ലാൽ ജോസ് സാറിൻ്റെ നായിക എന്നൊരു ലേബൽ കിട്ടിയതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട് ആ റിയാലിറ്റി ഷോയുടെ ഒരു എക്സ്പീരിയൻസ്? റിയാലിറ്റി ഷോ ആണ്. ഇതിനുള്ള ധൈര്യം തന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റിയാലിറ്റി ഷോ ആണ്. കാരണം ഇതിനു മുമ്പ് അഭിനയിച്ച എക്സ്പീരിയൻസ് ഇല്ല. സോ ആ ഒരു പേടി മാറ്റാനായിട്ട് തന്ന പ്ലാറ്റ്ഫോം എനിക്ക് ആ റിയാലിറ്റി ഷോ തന്നെയാണ്. അതും ലാൽ ജോസ് സാറിൻ്റെ മുമ്പിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. കാരണം മെയിൻ ജഡ്ജ് ലാൽ ജോസ് സാറായിരുന്നു. സോ സാറിനെ അറിയാൻ പറ്റുള്ളൂ എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലും ലാൽ ജോസ് സാറിന് അറിയാം എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. കാരണം റിയാലിറ്റി ഷോൻ്റെ അവസാനം ആദ്യത്തെ നമ്മുടെ ലെവല് മുതൽ ആദ്യം നമ്മുടെ കഴിവ് എത്രയായിരുന്നു, ഗ്രൂമിങ്ങിന് ശേഷം ആ റിയാലിറ്റി ഷോ അവസാനിച്ച് ഞാനാണ് വിൻ ചെയ്തത്. സോ അതുവരെ കണ്ടൊരു വ്യക്തിയാണ് ലാൽ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ. സോ സാറിന് അറിയാം എനിക്ക് എന്തൊക്കെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ എപ്പോഴും സാറിൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ പറയും ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ചിലപ്പോൾ ഞാൻ വലിയ നായിക തമാശയ്ക്ക് ഇങ്ങനെ പറയും, വലിയ നായികയൊക്കെ ആണെങ്കിലും ഈവൻ സാർ എന്നെ ഒരു ജസ്റ്റ് ഒരു പാസിങ് സീനിന് വിളിച്ചാലും ഞാൻ വരും എന്ന് പറയും എപ്പോഴും. അപ്പോൾ സാർ പറയും നിനക്ക് എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടർ വന്നാൽ ഞാൻ വിളിക്കും എന്ന് സാറ് പറയും. കാരണം അപ്പം ഞാൻ വിചാരിക്കും ഓക്കെ എപ്പോഴും ആൾക്കാർ നാട്ടിൻ പ്രദേശത്തായതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ചോദിക്കും അവർക്ക് ലാൽ ജോസ് സാറിനെ ആദ്യം കൊണ്ടുവന്നതുകൊണ്ട് ലാൽ ജോസ് സാറിൻ്റെ എല്ലാ പടത്തിലും ഞാനില്ലേന്ന് അവർ ചോദിക്കും, അവരുടെ നിഷ്കളങ്കത കൊണ്ട്. അപ്പം ഞാൻ പറയും ചേട്ടാ ഒരു സിനിമയിൽ വിളിച്ചെന്നും പറഞ്ഞാൽ എല്ലാ സിനിമയിലും എന്നെ വിളിക്കണം എന്നില്ലല്ലോ. പക്ഷെ അവർ വിചാരിക്കുന്നത് എന്താ എല്ലാത്തിനും വിളിക്കാത്ത എന്ന് അവർ ചോദിക്കും. പക്ഷെ എനിക്കറിയാം, എപ്പോഴും എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് വിഷമം തോന്നില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കോളേജിലാണ്? ഇല്ല, ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈവൻ എക്സാം എഴുതാൻ പോകുമ്പോഴും ഒക്കെ കുട്ടികൾ എങ്ങനെയാണ് കാണുമ്പോൾ ഉള്ള ഒരു അവർക്ക് അതല്ല നമുക്കതൊരു പ്രശ്നമാണ്. കാരണം ഞാനെപ്പോഴും ലാസ്റ്റ് സമയത്ത് എക്സാം എഴുതി ചെല്ലാറുള്ളത്. നമ്മുടെ സാറുമാർ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ചുമ്മാ കയറി വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് മുതലേ നമ്മൾ എക്സാം എഴുതുന്നത് ആദ്യത്തെ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നോക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് കൂട്ടുകാരുമായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, ആദ്യത്തെ എന്താ രണ്ടാമത്തെ എന്താന്നൊക്കെ ഉള്ള. വലിയ സിനിമാ നടി അതിനുശേഷം അത് പറ്റുന്നില്ല.
ആ ഒരു പ്രശ്നമുണ്ട്. ആദ്യമേ മണിയടിച്ച് വെക്കണം ഞാൻ ചോദിക്കുമെന്ന്. പരീക്ഷയ്ക്ക് സിനിമാ നടിയും മാർക്ക് വീണാലേ കാര്യമുള്ളൂ. അതെ, നമുക്കും ചെന്നിരുന്നിട്ട് അയ്യോ അതിന്റെ ആൻസർ എന്താന്ന് ചോദിക്കാൻ ഒരു ചമ്മൽ. അവർ പോയി പറഞ്ഞാലോ അയ്യോ ആ കൊച്ചു എൻ്റെ അടുത്തെല്ലാം ചോദിക്കുന്നു എന്ന് പറഞ്ഞ നടക്കിടൽ. അതുകൊണ്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ട് പോയി അറിയാവുന്ന എഴുതി വെച്ചിട്ട് വരും. പഠിക്കാൻ എങ്ങനെയാണ്? കുഴപ്പമില്ല. ഇപ്പം സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞു. ഫസ്റ്റ് ഇയറിലെ എക്സാമിന് എല്ലാം കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിന്റെ റിസൾട്ട് ഇപ്പോൾ ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ വരും. കുഴപ്പമില്ല, കിട്ടും. എവിടെ സ്വദേശം? പുനലൂരാണ്. പ്രോപ്പർ പുനലൂർ അല്ല, പുനലൂരിനും പത്തനാപുരനും ഇടയ്ക്കാണ്. കമുകുംശ്ശേരി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയാണ് പഠിച്ചതല്ല, അവിടെ തന്നെയാണ്. +1 +2 മാത്രം പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചത്. അതിനു മുമ്പ് 8th and 9th ഞാൻ ട്രിവാൻഡ്രത്ത് GV രാജ സ്പോർട്സ് സ്കൂൾ എന്ന് ഈ ശംഖുമുഖത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആർട്സിന്ന് സ്പോർട്സിലേക്ക്, സ്പോർട്സിന്ന് ആർട്സിലേക്ക്. അതെ, ഞാൻ സ്പോർട്സിൽ നിന്നാണ് ആർട്സിലേക്ക് വന്നിട്ടുള്ളത്. കാരണം 10th വരെ ആർട്സ് ഭയങ്കര കുറവായിരുന്നു. ജസ്റ്റ് സ്കൂളിലൊക്കെ എന്തെങ്കിലും എക്സസൈസ് എനിക്ക് തോന്നി സ്റ്റണ്ടിന് ഉപകാരപ്പെട്ടു. തീർച്ചയായിട്ടും അന്നത്തെ എന്തൊക്കെയായിരുന്നു ഇവന്റ്? എന്തായിരുന്നു? എനിക്ക് മെയിൻ ആയിട്ട് ലോങ് ജമ്പ് ആയിരുന്നു. പിന്നീട് ഞാൻ ബാസ്കറ്റ് ബോളിലേക്ക് ചേഞ്ച് ആയിരുന്നു. ഹൈറ്റ് ഉള്ളത് കൊണ്ട് ബാസ്കറ്റ് ബോൾ ടീമിലേക്ക് എടുത്തിട്ടായിരുന്നു. അപ്പോൾ 10th വരെ എനിക്ക് തോന്നുന്നു സ്പോർട്സ് ആയിരുന്നു മെയിൻ ആയിട്ട്. ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ മാർക്കൊക്കെ കിട്ടത്തില്ല. അപ്പൊ പിന്നെ അധികം ചോദിക്കേണ്ടൊന്നും വരത്തില്ല. കാര്യം മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു വലിയ ഒരു കുറുക്കു വഴിയാണ് സ്പോർട്സ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. പിന്നെ GV രാജയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ലോങ് ജമ്പ് ചേഞ്ച് ചെയ്തിട്ട് ബാസ്കറ്റ് ബോളിലേക്കായി. പക്ഷെ അന്ന് 8th and 9th മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. അത്ലറ്റ് എന്ന് പറയുമ്പോൾ ഈവൻ ലോങ് ജമ്പ് അതൊരു ഇൻഡിവിജ്വൽ ഗെയിമാണ്. മറ്റെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. ടീം നേരെ കളിച്ചില്ലെങ്കിൽ നമ്മളെ എഫക്ട് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചാടിയാൽ എവിടെയെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കിട്ടും. അപ്പം ആ ഒരു ടീം വർക്ക് ഒക്കെ എങ്ങനെ? നിങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നോ എല്ലാവരും? തീർച്ചയായിട്ടും. കാരണം ബാസ്കറ്റ് ബോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സ്പോർട്സ് സ്കൂളിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് എൻ്റെ നാട്ടിലായിരുന്നപ്പോഴായിരുന്നു ഇൻഡിവിജ്വലായിട്ട് ലോങ് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ എല്ലാവരും സ്പോർട്സിൽ ഇവർ ഒരു ഇയറിലേക്ക് 30 കുട്ടികളെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ, കേരളത്തിൽ നിന്ന് ഫുള്ള്. സോ അപ്പം നല്ല ടാലൻ്റുള്ള കുട്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഒത്തിരി നാൾ ഞാൻ ഇവിടെ നിന്നിട്ടില്ലാത്തത് കൊണ്ട് 2 വർഷം മാത്രമേ ഞാൻ ഇവിടെ പഠിച്ചുള്ളൂ. കാരണം ആ സമയത്ത് വീട്ടുകാരുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. കാരണം നാട്ടിൻ പ്രദേശമാകുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഈ സിറ്റി വളരുന്നതിനെക്കാട്ടിലും ഭയങ്കര ഇതായിരിക്കും നാട്ടിൻ പ്രദേശം, അയൽപ്പക്കങ്ങൾ, കൂട്ടുകാർ. എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇവർ പുറത്ത് വിടില്ല, അങ്ങനെ ഭയങ്കര അടച്ചിട്ട ചിട്ടയാണ്. വീട്ടിൽ നിന്ന് വന്നാൽ മാത്രമേ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പം അതെനിക്ക് പറ്റുന്ന ജീവിതമല്ലായിരുന്നു. ഈ സ്പോർട്സ് നാട്ടിൻപുറം ഇത് രണ്ടും കൂടെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഓടിക്കളിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണെന്ന് ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു കലാമണ്ഡലം ആയി മാറി നമ്മുടെ പിന്നെ ഡയമണ്ട് നെക്ലേസ് വരുന്നത്. അതിനുശേഷം നാട്ടിൻപുറത്തൂടെ ഈ പറഞ്ഞ പോലെ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഭയങ്കര മടിയെന്ന് കാണിച്ച പോലെ ഇനിയിപ്പോൾ ഞാൻ സിനിമാ നടിയായില്ലേ, നാട്ടിൻപുറത്തൂടെയൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? നാട്ടിൽ അന്നത്തെ അനുശ്രീ തന്നെയാണ് ഇപ്പോഴും, അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പിന്നെ ഈ നാട്ടിൻ പ്രദേശത്ത് ഓടിച്ചാടി നടന്ന കുട്ടി പെട്ടെന്ന് സിനിമയിലേക്ക് വന്നപ്പം നാട്ടുകാർക്ക് ആദ്യം ഉൾക്കൊള്ളാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അയ്യോ അവള് സിനിമയിലോ എന്നൊരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറി. അവർ സിനിമ കണ്ടു തുടങ്ങി. ഓക്കെ, ഞാൻ ഇപ്പോൾ 2-3-4 പടങ്ങളിൽ വരുന്നു. ഓക്കെ, ആ ചെയ്തു തുടങ്ങി, കഴിവുള്ള എന്തോ കഴിവ് എവിടെയോ കിടപ്പുണ്ട്. സോ അവളെ സപ്പോർട്ട് ചെയ്യണമെന്നൊരു ചിന്ത അവർക്ക് തന്നെ വന്നു തുടങ്ങി.